The Gospel according to St. Matthew chapter 6, verse 14. For if you forgive others their trespasses, your heavenly Father will also forgive you. നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും. Forgiveness is not an option, it is a commandment, a path to freedom and a reflection of God's own mercy. മറ്റുള്ളവരോട് ക്ഷമിക്കണമോ വേണ്ടായോ എന്നുള്ളത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് തിരഞ്ഞെടുക്കുന്ന ഒരു കാര്യമല്ല. പിന്നെയോ അതൊരു ദൈവകൽപ്പനയാണ്, സ്വാതന്ത്ര്യത്തിലേക്കുള്ള പാതയാണ്, ദൈവ കൃപയുടെ സൂചനയാണ്. We forgive because we have been forgiven. We who stand before God in need of grace cannot withhold that same grace from others. എപ്രകാരം ദൈവം നമ്മോട് ക്ഷമിക്കുന്നുവോ, ദൈവം നമ്മോട് കരുണ കാണിക്കുന്നുവോ, അപ്രകാരം മറ്റുള്ളവരോട് ക്ഷമിക്കുവാനും മറ്റുള്ളവരോട് കരുണ കാണിക്കുവാനും നമുക്ക് ഇടയാകണം. Unforgiveness is a chain that binds our hearts in bitterness, weighing us down with anger and pain. നമ്മൾ ക്ഷമിക്കാതിരുന്നാൽ നമ്മുടെ ഹൃദയത്തെ നാം തന്നെ കഠിനമാക്കുകയാണ്, വേദനയിലേക്കും വിദ്വേഷത്തിലേക്കും പകയിലേക്കും നയിക്കുകയാണ്. It does not imprison the one who wronged us, it imprisons us. മറ്റുള്ളവരോട് നാം ക്ഷമിക്കാതിരുന്നാൽ നമ്മെ തന്നെ കാരാഗ്രഹത്തിൽ ഇടുന്നതിന് തുല്യമാണ്. But when we forgive, we break those chains. We surrender our wounds to Christ, who alone can heal them. നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കുമ്പോൾ നമ്മുടെ കാഠിന്യം ഇല്ലാതാകുന്നു, ക്രിസ്തു നമ്മെ സൗഖ്യമാക്കുന്നു. Christ forgave those who crucified him. As he hung upon the cross, he prayed, Father, forgive them. തന്നെ ക്രൂശിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ക്രിസ്തുവിന് കഴിഞ്ഞു. പിതാവേ, അവരോട് ക്ഷമിക്കണമേ. If he, the sinless one, could extend mercy to his enemies, how can we refuse to forgive our brothers and sisters? പാപമില്ലാത്ത നമ്മുടെ ദൈവം തന്നെ ക്രൂശിച്ചവരോട് ക്ഷമിച്ചുവെങ്കിൽ എത്രമാത്രം നമ്മുടെ സഹോദരങ്ങളോട് നമ്മൾ ക്ഷമിക്കണം. Lent is the time to lay our burdens down, to cleanse our hearts of resentment and seek reconciliation. ഈ നോമ്പുകാലം നമ്മുടെ ഭാരങ്ങളെ നമുക്ക് ഇറക്കി വയ്ക്കാം. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വിദ്വേഷത്തെയും പകയും മാറ്റിവെക്കാം, അനുരഞ്ജനപ്പെടാം. Forgiveness means entrusting our wrongs and those wrongs directed towards us to God, who is the righteous judge. പ്രിയമുള്ളവരെ, നമ്മൾ ചെയ്ത തെറ്റും നമ്മളോട് ചെയ്യപ്പെട്ട തെറ്റുകളും ദൈവത്തിൽ സമർപ്പിച്ച് നമുക്ക് ദൈവത്തോടും മറ്റുള്ളവരോടും ക്ഷമ ചോദിക്കാം. Let us forgive, not for the sake of those who hurt us, but for the sake of our own souls, that we may walk in the freedom of Christ's love. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നമ്മൾക്ക് സഞ്ചരിക്കണമെങ്കിൽ നാം മറ്റുള്ളവരോട് നിരന്തരമായി ക്ഷമിക്കുവാൻ പഠിക്കണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്
നമ്മെ ശക്തീകരിക്കട്ടെ. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ.